Hi dear friends. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എൻ്റെ ഓണം സ്പെഷ്യലായിട്ട് ഒരു വെറൈറ്റി പായസമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ചേന വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പായസം ഉണ്ടാക്കാൻ പോകുന്നത്. ചിലർക്കൊക്കെ ഇത് അറിയായിരിക്കും, അറിയാത്തവർ ഇതൊന്ന് കണ്ടു നോക്കുക. ചിലരൊന്നും ചേന കൊണ്ട് പായസം ഉണ്ടാക്കുന്നത് കേട്ടിട്ടേ ഇല്ല. പക്ഷേ എന്നാൽ കേട്ടോളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ചേന കൊണ്ട്. അപ്പോൾ അതെങ്ങനെയൊന്ന് കാണാം. 500 ഗ്രാം ചേന നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചതാണിത്. ഇതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ചില ചേനക്ക് നല്ല വേവായിരിക്കും, അപ്പോൾ അതിനനുസരിച്ച് വിസിൽ വന്നതിന് ശേഷം നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ചെറുപയർ പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം. 500 ഗ്രാം ചേനയിലേക്ക് 1 കപ്പ് ചെറുപയർ പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പായസത്തിലേക്ക് വേണ്ട മറ്റു സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ വേവിച്ച ചേന മിക്സിയിൽ അടിച്ച് വെച്ചതാണ്. 1/4 കപ്പ് ചൗഹരി വേവിച്ചത്, 1 കപ്പ് ഒന്നാം പാല് തേങ്ങയുടെ, ഇത് തേങ്ങയുടെ 2ാം പാല്, പിന്നെ ശർക്കരപ്പാനി, ഇത് നമ്മൾ വറുത്ത ചെറുപയർ വേവിച്ച് വെച്ചതാണ്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ പറ്റുന്നൊരു പാത്രത്തിലേക്ക് ഈ വേവിച്ച് വെച്ച ചേന ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ പരിപ്പും ചൗഹരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ശർക്കരപ്പാനി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി തേങ്ങയുടെ 2ാം പാല് ചേർത്തിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ചെറുപയർ പരിപ്പ് കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. നമ്മുടെ കയ്യിൽ ചുക്കുപൊടി ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണ് ചുക്കുപൊടി കൂടി ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളച്ചിട്ട് നമുക്ക് തേങ്ങയുടെ 1ാം പാല് കൂടി ചേർത്ത് കൊടുക്കണം. 1ാം പാല് ചേർത്തതിന് ശേഷം അധികം തിളക്കണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്തൊഴിക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് കുടിച്ചാൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞു കൊടുത്താൽ തന്നെ മനസ്സിലാവുള്ളൂ ചേനപ്പായസമാണെന്ന്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you.